ഹലോ ഫ്രണ്ട്സ്, റിവ്യൂ ആൻഡ് റേഷൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സർവമായ സിനിമ തിയേറ്ററിൽ കണ്ടു. അപ്പോൾ വ്യാഴാഴ്ച റിലീസായ സിനിമയാണ്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ശനിയാഴ്ചയാണ് കണ്ടത്. അപ്പോൾ റിവ്യൂ ഇടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ പടത്തിലെ സംവിധായകൻ നമ്മുടെ അഖിൽ സത്യൻ എന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളി സത്യൻ അന്തിക്കാടിൻ്റെ മകനാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി ഉണ്ട്, പ്രീതി മുകുന്ദനുണ്ട്, അജു വർഗീസ് ഉണ്ട്, പിന്നെ ജനാർദ്ദനുണ്ട്, വിനീതേട്ടനുണ്ട്. പിന്നെ പുതിയൊരു നായികയാണ് റിയ ഷിബു. ഞാൻ വേറെ സിനിമയൊന്നും കണ്ടില്ല, വേറെ സിനിമ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഉണ്ട്. അപ്പോൾ പടം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. ഒരു അത്യാവശ്യം ഫാമിലിയൊക്കെ ഇട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം സത്യം പറഞ്ഞ് ഇമ്പോർട്ട് നല്ലൊരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. ഈ അടുത്തൊന്നും ഞാൻ ഒന്നും കണ്ടിട്ടില്ല നല്ലത് തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ചിരിക്കാനും നമ്മുടെ പഴയ ദിവിൻ ചേട്ടൻ്റെ ചില കോമഡികളും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി നല്ല രസമുണ്ട് പടം കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എവിടേക്കോ കുറച്ചൊക്കെ ലാഗ് അടിച്ചെങ്കിലും എന്നാലും നമുക്ക് ആ പടത്തിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പൊക്കോളും. കാരണം വലിയ ബോറായിട്ടൊന്നും അങ്ങനെ തോന്നില്ല സിനിമയിൽ എന്തായാലും. അപ്പോൾ എല്ലാവരും ആരും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഫാമിലി ആയിട്ടിരുന്ന് കണ്ടതാണ്. ഞാൻ ഫാമിലി ആയിട്ടിരുന്ന് പോയി കണ്ടത്. ഫാമിലി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടും ചെയ്തു. അപ്പോൾ അപ്പോൾ കൂടുതലും പറയാനില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ശരിക്കും ഒരു കഥയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രേതം വന്ന് എങ്ങനെ ഉണ്ടാവും, നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്ന രീതിയിലുള്ള സിനിമയാണ്. പിന്നെ കൂടുതൽ ഞാൻ സ്പോയിലായി പറ്റില്ല. അപ്പോൾ അതിൻ്റെ ബേസിൽപ്പെട്ടാണ് സിനിമ ഇങ്ങനെ കഥ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവസാനം ആകുമ്പോഴും കുറച്ച് പിന്നെ ആ പ്രേതം അവനും തമ്മിലുള്ള ഇതിൽ വേറൊരാളും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പെട്ടെന്നൊരു അവസ്ഥ പറഞ്ഞാൽ അതും അങ്ങനെയൊക്കെ ഒരു ഒരു പടം. അപ്പോൾ അങ്ങനത്തെ ഒരു പടമാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് എല്ലാം എൻജോയ് ചെയ്യുന്നത് കാണാം. പിന്നെ നമുക്കിനി അടുത്ത സിനിമ നമുക്ക് നമ്മുടെ ന്യൂമേട്ട് തന്നെ നമ്മൾ ക്രിസ്മസ് നിവേടെ തൂക്കി എന്ന് പറഞ്ഞാൽ കറക്റ്റ് അത് തന്നെ പറയാനുള്ളൂ. കാരണം എന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരന് കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ നമ്മളൊരു TV സീരീസ് ഹോട്ട്സ്റ്റാറിൽ നമ്മളൊരു ഫാർമ എന്ന് പറഞ്ഞ സീരീസ് റിലീസായിരുന്നു. അപ്പോൾ അതിൻ്റെ സംവിധായകൻ PR അരുൺ എന്ന് പറഞ്ഞ സംവിധായകൻ. ഞാൻ പുള്ളിയുടെ വേറെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ നരേനുണ്ട് ആ പടത്തിൽ, ശ്രുതി രാമേന്ദ്രനുണ്ട്, വീണ നന്ദകുമാർ, ബിനു അപ്പപ്പു, അങ്ങനെ പിന്നെ വേറൊരു അലേ കപൂർ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പുള്ളി. അപ്പോൾ നല്ലൊരു അടിപൊളി സീരീസ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. കാരണം ഒരു മെഡിസിൻ വിൽക്കണ ഒരു സെയിൽസ്മാൻ്റെ സ്റ്റോറി പോണ ഒരു കഥയാണ്. അപ്പോൾ അതിൽ ബേസിൽപ്പെട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നൊരു അടിപൊളി സീരീസാണ്. ഞാൻ കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സീരീസാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഡിസംബറിൽ പുള്ളിക്ക് ഇറങ്ങിയ 2 പടങ്ങൾ. ആ 2 പടങ്ങളും പുള്ളിക്ക് നല്ലത് തന്നെ കിട്ടി, 2 അപ്പോൾ കുറേ നാൾക്ക് ശേഷം പുള്ളി നീമ്പോളി വീണടക്കാന്ന് പറഞ്ഞവർക്കൊക്കെ വായൊക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഈ സാധനം എന്തായാലും. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ 2ഉം കാണാം. 2ഉം നല്ല പടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആരെയും അപ്പോൾ ഇനി കൂടുതലും പറയാനില്ല. കൂടുതൽ പറഞ്ഞപ്പോൾ എന്തായാലും സ്പോയിലും കാര്യങ്ങളായി പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.